നമുക്കേ മാങ്ങ ഒന്ന് അച്ചാറിട്ടാലോ? ഒരു എന്താ പറയുക, സാധാരണ രീതിയിലല്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പം മാങ്ങയുടെ സീസൺ ആയല്ലോ, അപ്പം നമുക്ക് ഓരോന്നങ്ങോട്ട് പരീക്ഷിക്കാം. ഈ പ്രാവശ്യം എടുത്ത മാങ്ങ 4 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 4 മാങ്ങ അരിഞ്ഞേക്കുന്നതും വ്യത്യാസമായിട്ടാണ്. നോക്കിയേ, ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞ മാങ്ങയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മൾ മാങ്ങ അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഷേപ്പിൽ അരിയാന്ന് വെച്ചാൽ ഈ അച്ചാറിന് ഇങ്ങനെ തന്നെ അരിയണം കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞിങ്ങ് എടുക്കണം കേട്ടോ. മാങ്ങയെല്ലാം നല്ലപോലെ നമ്മൾ ഉപ്പിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാറിയോ? ഇപ്പം ഇട്ട ഉടനെ തന്നെ നമ്മൾ കൂട്ടിത്തുടങ്ങുക, വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എള്ളെണ്ണയല്ല, കടുകെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ കൂടുതലും കടുക് വേണം, കടുക് പൊട്ടിച്ചതാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കായപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി. ഇതിന് 1 കപ്പ് നല്ലെണ്ണ അല്ല കടുകെണ്ണ എടുത്തു കേട്ടോ. എണ്ണ ഇച്ചിരി വേണം. ഇത്ര എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറച്ച് എടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇത് എണ്ണയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു മാങ്ങയാണ്. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ലേ. 2 വറ്റൽമുളക് മുറിച്ചതിട്ടു, 2 തണ്ട് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ടു. തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകില്ലേ, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. കടുകാണ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത്. ഒരു 3 സ്പൂൺ കടുക് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണേ. നമ്മുടെ ഉലുവ പൊടിച്ചത്, അത് 1 സ്പൂൺ ഇട്ടു. പിന്നെ നമ്മുടെ കായം മാങ്ങയ്ക്ക് നല്ലതല്ലേ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തോ, എന്നാലും ഒരു സ്പൂണൊക്കെ മതി. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി. അതൊരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, എണ്ണയിലൊന്ന് ചൂടായി വന്നോട്ടെ. ഇനി നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു അച്ചാർ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരുപാട് രീതിയിൽ നമ്മൾ അച്ചാർ ഇടാറുണ്ട്, എന്നാൽ നിങ്ങളിങ്ങനെ ഒന്ന് ഇട്ട് നോക്കിക്കോ, അടിപൊളിയാണ്. കണ്ടോ, കുനുകുനാന്നരിഞ്ഞത് കൊണ്ടായ എണ്ണ എല്ലാം മാങ്ങയിലങ്ങോട്ടായേ. കുറച്ച് വിനാഗിരിയെ 1 സ്പൂൺ ഒഴിച്ചാൽ മതി. ഈ മാങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് അധികം പുളി വേണ്ട കേട്ടോ. പിന്നെ ഉപ്പിട്ട് പിഴിഞ്ഞതാണ്, എന്നാലും കുറച്ച് ഉപ്പിടണം, മതി. വേണം നോക്കിയിട്ട് ചേർക്കാം. പെട്ടെന്ന് കഴിക്കാവുന്ന, പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരച്ചാർ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇത് ഇരിക്കുകയും ചെയ്തോളും കേട്ടോ. നല്ല ചൂടുകാലം ആയതുകൊണ്ട് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ചാൽ മതി. ഇനി എല്ലാം ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാവേ. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാവേ. ഇനി എണ്ണ ഇതിൽ നിന്ന് ഇറങ്ങും കേട്ടോ. പരിപാടിയൊക്കെ തീർന്നു. ഇച്ചിരി കൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കണേ, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണേ. പക്ഷേ ഇത് ഇങ്ങനെയാണ് കൂട്ടാൻ നല്ലത്, ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. നല്ല കട്ട തൈരിൻ്റെ കൂടെ ഇച്ചിരി ഈ അച്ചാറും കൂടെ കൂട്ടിയൊന്ന് കഴിച്ച് നോക്കിയാൽ സൂപ്പറായിരിക്കും. പരിപാടി തീർന്നു. നമുക്ക് സ്റ്റൗവൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാവേ.
അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് കുപ്പിയിലിട്ട് വയ്ക്കുക. ഇതിനകത്തുനിന്ന് ഇനിയും ഇരുന്നൊന്ന് എണ്ണ ഇറങ്ങും കേട്ടോ. ഓക്കെ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കടുമാങ്ങയാണിത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റാണ്. കടുകെണ്ണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. കടുകെണ്ണയിലിടുവാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റാണ്. ഒരു വ്യത്യസ്തമായ, നമ്മൾ ഒരുപാട് അച്ചാറുകൾ ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇതൊന്നും ഉണ്ടാക്കി നോക്കിയോ, നല്ലതാണ്. അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇത് തണുക്കുന്ന വരെ ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.